സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ അറ്റ് ദി സെയിം ടൈം എൻഗേജിങ്. വളരെ നല്ല സിനിമ ആക്ച്വലി. നമ്മള് അത്ര പ്രതീക്ഷിച്ചിട്ടൊന്നും വന്ന സിനിമയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആദ്യമായിട്ട് തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർക്കും സംവിധായകനും ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സന്തോഷ് പുത്തനും അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള റഷീദും വലിയൊരു ചാലഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ള ഈ സിനിമ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ 1.5 മണിക്കൂറേ ഉള്ളെങ്കിലും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. ഒരുപാട് ലെയേഴ്സ് ഉണ്ട് കൃത്യം പറഞ്ഞു. നമ്മള് വലിയ ബഹളമൊന്നും ഇല്ലാതെ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. പക്ഷെ കാണുന്ന ഒരാൾ പോലും ഇത് എൻഗേജിങ് അല്ലാതെ പോയി. അതില് നർമ്മമുണ്ട്, ഇമോഷൻ ഉണ്ട്, അതുപോലെ തന്നെ കഥ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യം കഥാപാത്രങ്ങളെ ഇൻട്രൊഡക്ഷന് ശേഷം നമ്മളെല്ലാവരും വളരെ ദുഃഖിതമായിട്ടാണ് ഇരിക്കുന്ന സിനിമ കാണുന്നത്. സുഖമുണ്ട്. ഇതില് ലീഡ് കഥാപാത്രം ചെയ്ത ഇതിന്റെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള സന്തോഷ് പുത്തൻ, അതുപോലെ തന്നെ പ്രഭാകരൻ ചേട്ടനായിട്ടുള്ള അദ്ദേഹം, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചുള്ള ഒരുപാട് ആക്ടേഴ്സ്. അവരൊക്കെ തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ആളുകളൊന്നും പേരെ കുടുംബങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. വലിയ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു റഷീദ് അലി, ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള റഷീദ്. അദ്ദേഹം ഇതിലെ കഥാപാത്രങ്ങളെ വന്ന ആളുകൾ തന്നെ പുതുമുഖങ്ങളാണ്, അല്ല കുറച്ച് അഭിനയിച്ചിട്ടുള്ള ആളുകൾ എന്നൊരു വ്യത്യാസമൊന്നുമില്ലാതെ കൃത്യമായിട്ട് കഥാപാത്രങ്ങളായി മാറ്റി. They were not acting, but they were just living as the storytellers. വളരെ കൃത്യമായിട്ട് വളരെ നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ഒരുപാട് ആളുകൾ ഈ സിനിമ കണ്ടതാണ്. അത് നമ്മൾ ഈ ചെറിയ സിനിമ കാണുമ്പോൾ സന്തോഷമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ഹൈപ്പൊന്നും ഇല്ലാതെ വന്നുള്ള സിനിമയാണ്. വളരെ എല്ലാ ഫാമിലിക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവരും കണക്ട് ആവുന്ന സിനിമയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള സിനിമ റിവ്യൂ പറയുന്നത്. പക്ഷെ അത് റിവ്യൂ പറയാൻ തോന്നാൻ കാരണമാണ് സ്മോൾ, ബ്യൂട്ടിഫുൾ ആൻഡ് എൻഗേജിങ്. വളരെ മനോഹരമായിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമ. ഹാറ്റ്സ് ഓഫ് ടു സന്തോഷ് പുത്തൻ ആൻഡ് ദ ഡയറക്ടർ ആൻഡ് ദ ഹോൾ ടീം ബിഹൈൻഡ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ. മ്യൂസിക്കും എല്ലാം കറക്റ്റ്. ഫോട്ടോഗ്രാഫി ആയാലും ക്യാമറ ആയാലും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെയും ഒരു ലാഗ് ഉണ്ടായിട്ടില്ല. താങ്ക് യു. ഇങ്ങനെയുള്ള സിനിമകൾ നമ്മളെ ആളുകൾ കൂടുതൽ കാണണം. അത് വലിയ ഹൈപ്പുള്ള സിനിമകളല്ല, വലിയ സ്റ്റാറുള്ള